1959 ഒരു ഫെബ്രുവരി മാസം ആകാശയാത്രക്കാരായ ആ 9 പേരടങ്ങുന്ന അവരുടെ സംഘം റഷ്യയിലെ ആ മഞ്ഞ് മൂടിയ മലനിരകളിൽ വിശ്രമിക്കുകയായിരുന്നു. ക്യാമ്പുകൾ സെറ്റ് ചെയ്ത് അത്താഴം കഴിച്ച് വിശ്രമിച്ച അവരുടെ പിന്നീടുള്ള ഒരു വിവരങ്ങളും ആർക്കും ലഭിച്ചില്ല. അങ്ങനെ വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് അവരെ അന്വേഷിക്കാൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഇവർ ക്യാമ്പ് ചെയ്ത ഉറാൽ പർവ്വതനിരകളിൽ എത്തുന്നു. ക്യാമ്പിനടുത്തെത്തുന്ന അവർ കാണുന്നത് തുറന്നു കിടക്കുന്ന ടെൻറ്റുകളും അവിടെയെല്ലാം ചിതറിത്തെറിച്ച് കിടക്കുന്ന അവരുടെ സാധന സാമഗ്രികളും കൂടാതെ അവരുടെ ശവശരീരങ്ങളുമാണ്. ആദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് 2 മൃതദേഹങ്ങളായിരുന്നു. ശക്തമായി മഞ്ഞ് വീഴുന്ന പ്രദേശമായിട്ട് പോലും ഒരു ജാക്കറ്റോ ഒരു കോട്ടോ ഒന്നും തന്നെ ധരിച്ചിരുന്നതായി കാണപ്പെട്ടില്ല. അടിവസ്ത്രം മാത്രമായിരുന്നു അവരുടെ വേഷം. മൃതദേഹത്തിൻ്റെ പരിസരത്തായി ഇവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തുകയുണ്ടായി. ആ കാൽപ്പാടുകൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെട്ടത്. ഒരാളുടെ ഒരു കാലിൽ ഷൂ ധരിച്ചും മറ്റേ കാലിൽ ഷൂ ധരിക്കാതെയുമുള്ള രീതിയിലായിരുന്നു അത് കാണപ്പെട്ടത്. രണ്ടാമത്തെ ആളുടെ കാൽപ്പാടുകളും അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് പക്ഷേ അവരുടെ പാദങ്ങളിൽ ഒരു ഷൂ പോലും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒരു പ്രാഥമിക നിരീക്ഷണം എന്നോണം ഈ ഉദ്യോഗസ്ഥർ ഇവർക്ക് ഹൈപ്പോതെർമിയ എന്ന അവസ്ഥ പിടിപെട്ടാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലെത്തുന്നു. നമ്മുടെ ശരീരത്തിൽ സാധാരണയായി വേണ്ട താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ താപനില നിയന്ത്രണാതീതമായി കുറയുകയും അതുമൂലം ശ്വാസകോശത്തിൻ്റെയും നാഡീഞരമ്പുകളുടെയും പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാവുകയും തുടർന്ന് ഹൃദയത്തിനെ ബാധിക്കുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഹൈപ്പോതെർമിയ. എന്നാൽ മറ്റുള്ളവരുടെ ശവശരീരങ്ങൾ കണ്ട അവർ അമ്പരക്കുകയാണ്. ഒരു വെള്ളച്ചാലിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ കണ്ട ശവശരീരങ്ങളിൽ ഒരാൾക്ക് ഒരു കണ്ണ് നഷ്ടമായിരുന്നു, മറ്റൊരാൾക്ക് നാക്ക്, വേറെ ഒരാൾക്ക് ഒരു പുരികം എന്നിവ നഷ്ടപ്പെട്ടിരുന്നതായി അവർക്ക് അറിയാൻ സാധിച്ചു. കൂട്ടത്തിൽ ഒരാളെ ഏതോ ഇരുമ്പ് ദണ്ട് പോലെയുള്ള വസ്തു ഉപയോഗിച്ച് അതിശക്തമായി അടിച്ചിരുന്നതായും അതിൽ നിന്ന് അയാളുടെ തലയോട്ടിക്ക് പൊട്ടൽ ഉണ്ടായിരുന്നിട്ടുള്ളതായും അവർ കണ്ടെത്തി. ഇനി വേറെ ഒരു ശരീരമാകട്ടെ മാരകമായി കത്തിക്കരിഞ്ഞ നിലയിലും. ഇതിൽ നിന്നെല്ലാം ഇവർക്ക് ഹൈപ്പോതെർമിയ തന്നെയാണോ ബാധിച്ചതെന്ന് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്നു. ഈ മരിച്ചു കിടന്ന ആളുകളിൽ പലരുടെയും വസ്ത്രങ്ങളിൽ അതിശക്തമായ റേഡിയോ ആക്റ്റീവ് കിരണങ്ങളുടെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തുകയുണ്ടായി. വ്യക്തമായ ഒരു കാരണം ഇതിന് കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് പലവിധ കോൺസ്പിറസി തിയറികൾ അഥവാ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ രംഗത്ത് വന്നു. ഒരുപക്ഷം ആളുകൾ ഇത് അന്യഗ്രഹ ജീവികളുടെ UFO കാരണം സംഭവിച്ചതാണെന്നും മറ്റു ചിലർ ഇവർ അമിതമായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നത് മൂലം സംഭവിച്ച അപകടമാണെന്നും അഭിപ്രായപ്പെട്ടു. പിന്നീട് വന്ന കുറച്ചു പേർ ഇത് ചെയ്തത് റഷ്യൻ യതിയാണെന്ന് പറയുകയും അത് അങ്ങനെ തന്നെ ആകാമെന്നൊരു കൂട്ടം പേർ വിശ്വസിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് വന്ന ഒരു സിനിമാ സംവിധായകൻ ഇത് ഒരു തരം ഇൻഫ്രാസൗണ്ട് പ്രതിഭാസം മൂലമുണ്ടായിട്ടുള്ളതാണെന്നും ഏറെക്കുറെ അത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ ശ്രവണശേഷിയുടെ താഴ്ന്ന പരിധിയിലുള്ള ശബ്ദ തരംഗങ്ങളെയാണ് ഇൻഫ്രാസൗണ്ട് എന്ന് പറയുന്നത്. ഈ തരംഗങ്ങൾ അവരുടെ ശരീരത്തിനെ ബാധിക്കുകയും അതുമൂലം അവർ മരണപ്പെട്ടതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീടുള്ള നിരീക്ഷണങ്ങൾ ഇത് ചെയ്തത് മാൻസി പീപ്പിൾ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം ഗോത്ര വിഭാഗക്കാർ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിനൊന്നും വ്യക്തമായ കാരണങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ ഗതി വളരെ മോശമായിരുന്നു കണ്ടിട്ടും ആ രാത്രി നിർബന്ധമായും അവിടെ ക്യാമ്പ് ചെയ്യേണ്ട എന്തോ ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അവരുടെ ആ ലക്ഷ്യം കണ്ടതിന് ശേഷമാണോ അവർ മരണത്തിന് കീഴടങ്ങിയത്, അതോ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണോ അവർക്ക് ഇത് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ അവരുടെ വസ്ത്രങ്ങളിലുണ്ടായിരുന്ന ആ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളുടെ സാന്നിധ്യം അതെന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എന്നോട് പറയുക. നന്ദി.